നമുക്ക് നിധിയുടെ സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ സുധീഷ് ആ സത്യങ്ങളൊക്കെ കണ്ടെത്തുവാണ്. സുഭാഷിൻ്റെ സന്തോഷത്തിൻ്റെ പിന്നിലെ കാരണം എന്താന്ന്, അവിനാശിൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് സുഭാഷേൻ്റെ സന്തോഷത്തിന് പിന്നിലെ കാരണം. എല്ലാവരും കുറേ ആഗ്രഹിച്ച സുഭാഷിൻ്റെ കല്യാണം നടക്കണമെന്ന് ഓരോരോ ആലോചനകൾ വന്ന് ഓരോരോ കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങി പോവുക ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഇതൊരു നല്ല ആലോചനയായിട്ട് അവർക്ക് തോന്നി. സുധീഷ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവർക്കും സന്തോഷം തന്നെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് സുഭാഷ് വീട്ടിലേക്ക് വരുന്നത്. സുഭാഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഹരീഷ് എന്നിട്ട് പറഞ്ഞു, എന്നാലും സുഭാഷ് ഏട്ടാ, ഞങ്ങളോട് ഇത് മറച്ചു വെക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. എന്ത്? സുഭാഷ് ഏട്ടൻ്റെ സന്തോഷത്തിൻ്റെ പിന്നിലെ കാരണം എന്നാന്ന് ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, അതെ അതെ, എല്ലാം മറച്ചു വെച്ചിരിക്കുവായിരുന്നല്ലോ കൊച്ചു കള്ളൻ. എന്താ, ഞാനൊന്നും മറച്ചു വെച്ചിട്ടൊന്നുമില്ല. സുഭാഷ് ഒന്നും അറിയത്തില്ലാത്ത പോലെ അഭിനയിക്കുവാണ്. സുധീഷ് പറഞ്ഞു, മതി മതി, ഇനിയിപ്പോൾ സുഭാഷ് ഏണ്ട അഭിനയവും കാര്യങ്ങളൊന്നും വേണ്ട. സത്യം പറ സുഭാഷ് ഏട്ടാ, എന്താ സുഭാഷ് ഏണ്ട ഈ സന്തോഷത്തിന് പിന്നിലെ കാരണം? സുഭാഷ് പറഞ്ഞു, അത് ഞാൻ പറയാം, എങ്കിൽ പറയാൻ പറഞ്ഞു. അങ്ങനെ പറയാന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നിട്ട് സുഭാഷ് പെട്ടെന്ന് പുറത്തേക്കിറങ്ങി ഒറ്റ ഓട്ടമായിരുന്നു. നിധി പറഞ്ഞ്, കണ്ടില്ലേ സുഭാഷ് ഏണ്ട നാണവും കാര്യങ്ങളും, ഇപ്പം തന്നെ കണ്ടില്ലേ? സുഭാഷ് ഏട്ടന് ചാന്ദിനിയെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് മുമ്പേ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. സുധീഷ് പറഞ്ഞു, ആഹാ, അത് കൊള്ളാലോ. എന്നിട്ടാണോ നീ ഇതിനെക്കുറിച്ച് പറയാതിരുന്നേ? എങ്കിൽ പിന്നെ നമുക്ക് നേരത്തെ പറയായിരുന്നെങ്കിൽ ആ ബന്ധം ആലോചിക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞു. സുഭാഷിൻ്റെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷം. കാരണം എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് സുഭാഷിൻ്റെ വിവാഹം നടക്കണമെന്നേ അവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ പതിവ് പോലെ തന്നെ ഹരീഷ് വർക്ക്ഷോപ്പിലേക്ക് പോയി. വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചന്തി ചോദിച്ചു, അല്ല എന്തായി ഹരീഷേട്ടാ, നീ ഇത് വിളിക്കുകയോ മറ്റോ ചെയ്തോ? അവൾ കുറേ തവണ വിളിച്ചു, ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. അവൾ ഒറ്റയൊരുത്തി എല്ലാത്തിനും കാരണം. ഒരു മനസ്സമാധാനം എന്ന് പറയുന്നൊന്നും തരത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? അതെ, അങ്ങനെയൊക്കെ തന്നെയാ. കാമുകന്മാരാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ നടക്കും. അതൊന്നും ഹരീഷേട്ടൻ മൈൻഡ് ചെയ്യണ്ട. എടാ, എത്ര സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലാ മൈൻഡ് ചെയ്യാതിരിക്കുന്നേ? മനുഷ്യനല്ലേ, എല്ലാത്തിനും ഒരു പരിധിയില്ലേ? പറഞ്ഞു നാവെടുത്തില്ല. അപ്പോഴേക്കും നീതു വന്നു കഴിഞ്ഞു. ദേ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. നീതു വന്നിട്ട് ദേഷ്യത്തോടു കൂടി ഹരീഷിനോട് പറഞ്ഞു, എത്ര വട്ടം വിളിച്ചു ഹരീഷേട്ടാ, ഹരീഷേട്ടൻ ഒരു തവണയെങ്കിലും കോൾ എടുത്തോ? ഞാൻ വിളിച്ച ഹരീഷേട്ടന് കോൾ എടുത്താൽ എന്താ പ്രശ്നം? ഓ, ഞാൻ വെറുതെ കിടന്നും വിളിച്ചോളൂല്ലോ അല്ലേ? ഹരീഷ് പറഞ്ഞു, എന്തിനു കോൾ എടുക്കണം? നീ വിളിച്ച് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ? വഴക്കുണ്ടാക്കാനോ? ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി വിളിച്ചൊന്നുമല്ല. പിന്നെ എന്തിനു വിളിച്ചതാ? ഹരീഷനോട് സംസാരിക്കാനായിട്ട്. അതെ, നമ്മൾ തമ്മിൽ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. സംസാരിച്ചിട്ട് കാര്യമില്ല. നീയുമായിട്ട് സംസാരിച്ചാൽ ഒട്ടും ശരിയാവാനും പോകുന്നില്ല. എനിക്കറിയാമല്ലോ നിന്റെ സ്വഭാവം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും വഴക്കായിരിക്കും. ആദ്യം വിളിക്കുമ്പോൾ കോൾ എടുത്തിട്ടുണ്ടെങ്കിൽ നീ ചോദിക്കും ഫോണിനകത്താണെന്ന് ചോദിക്കും. ബെല്ലടിച്ച സമയം എടുക്കാൻ താമസിച്ചാൽ ചോദിക്കും ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു എന്ന് ചോദിക്കും. ഓരോന്നിനും ഓരോ കാരണങ്ങളാണ്. വഴക്കുണ്ടാക്കാൻ വേണ്ടി നീ ഇങ്ങനെ കാത്തിരിക്കുമല്ലേ? അതെ സുഭാഷ് ചേട്ടാ, വെറുതെ അനാവശ്യം പറയരുത്. ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. വേണ്ട, നീ ഒറ്റയൊരുത്തി എല്ലാത്തിനും കാരണം. അപ്പോഴേക്കും ചന്തു പറഞ്ഞു, അതെ, നിങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കുക, ഞാൻ പോയൊരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ചന്തു അങ്ങോട്ട് പോയി. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, എടീ, നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ സുഭാഷേൻ്റെ കല്യാണം അധികം വൈകാതെ ഉണ്ടാവും. അത് കേട്ടപ്പോൾ നീതു പറഞ്ഞു, അതിന് വേണ്ടിയിട്ടല്ല ഞാൻ കാത്തിരിക്കുന്നത്. എടി, നീ സുഭാഷേണ്ണെ കണ്ടു പറഞ്ഞില്ലേ സുഭാഷേൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണമെന്നൊക്കെ. അതുകൊണ്ടാണ് ഹരീഷേണ്ണൻ്റെ കഴുത്തിൽ താലി ആർത്താത്തതെന്ന്. പാവ സുഭാഷേണ്ണന് അതുകൊണ്ടാണ് ഒരു സെക്കൻഡ് മാരേജിന് പോലും തയ്യാറായത്. അതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പോവത്തില്ല. നിനക്കിത് എന്തിൻ്റെ കേടായിരുന്നു? വേണ്ട, ഇനി നമ്മൾ രണ്ടും സംസാരിച്ച് ശരിയാകത്തില്ല. പെട്ടെന്ന് തന്നെ പോകാൻ നോക്കൂ. ഓഹോ, അപ്പം ഇപ്പം എന്നെ വേണ്ടല്ലേ? എടി, നിൻ്റെ സ്വഭാവം വെച്ചാൽ ഞാൻ പറഞ്ഞത്. നിൻ്റെ സ്വഭാവവും എൻ്റെ സ്വഭാവം തമ്മിൽ ചേരത്തില്ല. കുറച്ച് സമയം അടി കൂടി കഴിഞ്ഞപ്പോഴത്തേനും ചന്ത് ചായ കുടിച്ചിട്ട് വന്നു. അല്ല, ഇതുവരെയായിട്ട് നിങ്ങളുടെ അടി തീർന്നില്ലേ? നിർത്താറായില്ലേന്ന് ചോദിച്ചു. നീ ഇത് പറഞ്ഞു, അതെങ്ങനെയൊക്കെയാ? ഞങ്ങളുടെ അടി ഇങ്ങനെയൊക്കെ നിൽക്കും. നിനക്കിപ്പോൾ എന്താ? ചന്തുവിനെ നിനക്ക് ദേഷ്യപ്പെടുക? ഓഹോ, അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ കുറ്റം? ഞാനുള്ള കാര്യം പറഞ്ഞല്ലേ? നിങ്ങളിങ്ങനെ അടിയുണ്ടാക്കി നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതെ, എല്ലാം കൂടെ എൻ്റെ തലയിലേക്ക് വെച്ചോളാനൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നീട് ജോലിക്ക് പോകേണ്ട സമയമായി കഴിഞ്ഞപ്പം നിധി ഇറങ്ങി. കോളേജിലേക്ക് പോകാനായിട്ട് നികേഷും കൂടെ ഇറങ്ങുവാണ്. അവരിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പിന്നാലെ വന്നു. നികേഷ് ചോദിച്ചു, അല്ല, ഇന്ന് സുധീഷ് ചേട്ടന് ഓട്ടം കാര്യങ്ങളൊന്നും ഇല്ലേ? ഇന്ന് ഓട്ടം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ആണോ? ആഹാ, അത് കൊള്ളാലോ. സുധീഷ് ചേട്ടൻ എവിടെ പോവാ? എനിക്ക് ബസ് സ്റ്റോപ്പിൽ വരെ പോകണം. അതെ, നിധി അടുത്തേക്ക് ഞാൻ കൂട്ടും ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ സുധീഷ് ചേട്ടൻ വരേണ്ട കാര്യമൊന്നുമില്ല.
അതിന് ഇവക്ക് കൂട്ടുവരുന്നെന്ന് ആര് പറഞ്ഞു? എൻ്റെ ഗായു അവിടെ ഉണ്ടല്ലോ, ഗായത്രിയാണ് ഉദ്ദേശിച്ചത്. അവളുമായിട്ട് ഇത്തിരി സമയം ഒന്ന് കൊഞ്ചി സംസാരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്, നിധിയെ മാക്സിമം ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സുധീഷ് ഇത് പറയണേ. അത് കേട്ടപ്പോൾ നിധിക്ക് നല്ല ദേഷ്യമായി. നിധി ദേഷ്യപ്പെട്ട് നോക്കണം. അപ്പോഴേക്കും സുധീഷിന് ഇൻട്രസ്റ്റ് ആയി. ഓ, ഗായുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണെന്നറിയില്ലടാ നികേഷെ, സമയം പോകുന്ന അറിയില്ല. ഓ, എന്ത് നല്ല വോയിസ് ആണെന്നറിയോ അവളുടെ അടുത്ത് നിൽക്കുമ്പോൾ. അതുമാത്രമല്ല, അവളുടെ സംസാരം നമ്മൾ കേട്ടിരുന്ന് പോവും. എത്ര നല്ല സംസാരമാണ്. അപ്പോഴേക്കും നിധി ദേഷ്യത്തോടെ നികേഷിനോട് പറഞ്ഞു, നികേഷെ ഇത്തിരി സ്പീഡ് നടക്ക്, ബസ് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ബസ് കിട്ടത്തില്ല പോലും, അവിടെ ചെന്ന് 10-15 മിനിറ്റ് നിന്നാലും ബസ് വരാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവർ നോക്കി കഴിഞ്ഞപ്പോൾ ഗായത്രി അവിടെ നിൽക്കുന്നുണ്ട്. നികേഷ് പെട്ടെന്ന് നിധിയോട് പറഞ്ഞു, ഇതേ ഇന്നും അവൾ വന്ന് നിൽക്കുന്നുണ്ട്. നികേഷിന് ഭയങ്കര ദേഷ്യമായിരുന്നു. അങ്ങനെ സുധീഷ് അവരെ നോക്കിയിട്ട് നേരെ ഗായത്രിയുടെ അടുത്തേക്ക് പോയി. ഗായത്രിക്ക് സന്തോഷം സുധീഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. പിന്നീട് ഗായത്രി പറഞ്ഞു, അതെ ഞാൻ കുറേ സമയമായി വന്നിട്ട്, ഇതെന്ത് പറ്റി സുധീഷേനെ ഇത്ര താമസിച്ച? ഓ, എന്ത് പറയാനായിട്ട് ഗായു, വീട്ടിൽ നിന്ന് ഇറങ്ങി വരണ്ടായി. ഞാൻ കരുതിയില്ല എത്ര നേരത്തെ നീ വരുമെന്ന്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ ഭയങ്കര സംസാരം. നിധി കാണുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് സുധീഷ് തലതിരിച്ച് നോക്കുന്നുണ്ട്. നികേഷ് നിധിയോട് പറഞ്ഞു, ഓ, ഏത് സമയത്ത് എൻ്റെ ചേച്ചി ഇങ്ങോട്ട് വരാൻ തോന്നിയത്? നാളെ മുതൽ നമുക്ക് ബസ് സ്റ്റോപ്പ് മാറി നിന്നാലോ? മാറി നിൽക്കാനാ? അതെ, ഇവിടെ നിന്നിട്ടുണ്ട് ഈ പേക്കൂത്തുകളൊക്കെ കാണേണ്ട വരും. വേറെ എവിടെയെങ്കിലും മാറി നിൽക്കുവാണെങ്കിൽ കാണേണ്ട വരത്തില്ലല്ലോ. നിധി പറഞ്ഞു, അത് ശരിയാ. അല്ല, ചേച്ചിക്ക് സ്കൂട്ടി എടുത്തുകൊണ്ട് വന്നാലിനാ? അതെ, ബസ് സ്റ്റോപ്പ് വരെ വേണം സ്കൂട്ടി ഇങ്ങോട്ട് വരാവുന്നുള്ളൂ എനിക്ക്. പക്ഷേ എനിക്ക് ഒരു മടിയുണ്ടെന്ന് പറഞ്ഞു. മടിയോ? അതെ, ബസ് സ്റ്റോപ്പ് വരെ എങ്ങനെ കൊണ്ടുവന്നാലും പിന്നെ അവിടുന്ന് ഓഫീസിൽ കൊണ്ടുപോകാൻ പേടിയാ. വലിയ വണ്ടികളൊക്കെ വരുമ്പോഴത്തേനും എനിക്ക് പേടിയാവുന്നേ. അത് നിധിയെടുത്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇത്തിരി പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓക്കെ ആവും. എല്ലാവരും ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ അത് പ്രാക്ടീസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ നല്ലതായിട്ട് ഓടിക്കാറാവെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, പക്ഷെ അതിനുള്ള ധൈര്യവും കാര്യങ്ങളൊന്നും എനിക്കില്ല. എനിക്കാണെങ്കിൽ നല്ല ഭയമുണ്ടെന്ന് പറഞ്ഞു. എന്തിനു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് ധൈര്യം കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബസ് വന്ന സമയത്ത് സുധീഷ് ഒന്ന് നോക്കി നിധി മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് കയറിപ്പോയി. ഇന്നത്തേക്ക് ഇത്ര മതി, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഡോസ് കൊടുക്കാം എന്നൊക്കെ ഒരു ചിന്തയാണ് സുധീഷിനെ മനസ്സിൽ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു സുധീഷിനെ മനസ്സിൽ. എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് തന്നെ ഒന്ന് സ്നേഹിപ്പിക്കണം. അപ്പം അതേപോലെ തന്നെ നിധി ജോലിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ദിവ്യ അങ്ങോട്ട് വന്നു. ദിവ്യ വന്നിട്ട് വർക്ക് തീർന്നു എന്ന് ചോദിച്ചു. ആ, അത് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ദിവ്യയും കൂടി പുതിയൊരു പ്രോജക്റ്റ് റെഡിയാക്കുകയാണ്. അപ്പോഴാണ് അവരുടെ ബോസ് പ്രവീൺ അങ്ങോട്ട് വരുന്നത്. നിധി, ഞാൻ പറഞ്ഞ പ്രോജക്റ്റ് തീർത്തായിരുന്നു എന്ന് ചോദിച്ചു. അത് ഏകദേശം തീർന്നെന്ന് പറഞ്ഞു. ദിവ്യയും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാ. നാളെ ഒരു പ്രധാനപ്പെട്ട ക്ലയൻറ്റ് വരുന്നുണ്ട്. അവർക്ക് ആ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടണം. അറിയാലോ, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിധിക്കായിരിക്കും. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, ശരി, ഞാൻ ഏറ്റെടുത്തു. പിന്നെ അറിയാലോ, അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവർ ഉറപ്പായിട്ടും ഇതിന് സമ്മതിക്കണമെന്ന് പറഞ്ഞു. ശരി ശരി പ്രവീണെ, ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. നിധിയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷേ ഒരു പേടിയുണ്ട്. കാരണം എങ്ങാനും ഇനി പ്രോജക്റ്റ് വർക്ക് ക്യാൻസലായി പോകുന്നൊരു ഭയം. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തനിക്ക് കഴിവില്ല എന്നല്ല എല്ലാവരും വിചാരിക്കുള്ളൂ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ നിധി എന്നാലും അത് ദിവ്യയുടെ അടുത്ത് അങ്ങനെ ഒരു ഇത് കാണിക്കാൻ പോയില്ല. ദിവ്യയോട് പറഞ്ഞു, എനിക്ക് നല്ല ഭയമുണ്ട്, പക്ഷേ പേടിക്കൊന്നും വേണ്ടെന്നേ. പ്രവീൺ സാറ ആള് പാവാ. നിധിയുടെ അടുത്ത് ഇച്ചിരി സോഫ്റ്റ് കോൺട്രോൾ കൂടുതലുണ്ടെന്ന് തോന്നേ. നിധിയോട് പെരുമാറുന്ന കണ്ടിട്ടുണ്ടോ? നല്ല രീതിയിലല്ലേ. പിന്നെ നിധി എന്തിനാ പേടിക്കണേ? ഞങ്ങളൊക്കെ കൂടെ ഇല്ലേന്നും പറഞ്ഞുകൊണ്ട് നിധിയെ ആശ്വസിപ്പിക്കുകയാണ്. അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.